നമ്മളെ ബേർഡ്സിനൊക്കെ എന്ത് പറ്റി? ഈ ബ്രീഡിംഗ് ബോക്സ് ഫുള്ളായിട്ട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ചീറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് അവർ ഇടാൻ വേണ്ടി പോകുന്നത്. പുതിയൊരാളെയും കൂടി ഇതിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പാമ്പിൻ്റെ ശല്യം എല്ലാ ഫിഷസിനും ഇടാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ മോയ്സ്ചർ ടാങ്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരാൾ ഡെഡായിപ്പോയി. പല കുഞ്ഞുങ്ങളും പലയിടത്ത് കരയുന്നുണ്ട്. അപ്പോൾ ഇവന് ഓരോ ദിവസം കൂടുന്തോറും കൂട്ടിന്റെ വലിപ്പം കൂടി വരെയാണ്. ഇന്ന് നമുക്ക് കാർട്ട് മാത്രമല്ല വേറൊരു സഹായം കൂടി ഉണ്ട്. ഇത് യദുവാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ഒരു ഫിഷിംഗ് വീഡിയോയിൽ യദുവിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കൊണ്ടുവന്നേക്കുന്നത് നമ്മളെ കോക്ടെയിലിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അതെ, 3 നല്ല സ്പേസ് ഉണ്ട് അവർക്ക്. ഏകദേശം 3 ഫീറ്റ് നീളമുണ്ട്. ഇതെവിടെ വയ്ക്കാമെന്ന് ഇത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൂടിനെടുത്ത് നൈസായിട്ട് ഇവിടെ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു പ്രവീൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ EcoSpot. നമ്മളതിൽ ആകെ 2 കോക്ടെയിൽസേ ഉള്ളൂ. അതായത് 2 പേർ കോക്ടെയിൽസേ ഉള്ളൂ. മൂന്നാമത് ആരെ ഇടുമെന്നല്ലേ, അത് ഞാൻ നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോക്ടെയിൽസിനെ കുറച്ച് ഓഫേഴ്സിനെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് വിളിച്ചു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ കോക്ടെയിൽസും ആഫ്രിക്കൻസ് എല്ലാം വാഷ് ഔട്ടായി. ഞാൻ കാർത്തു, യദു, നിധിയുമായിട്ട് ഇന്ന് നമ്മളെ പുതിയൊരാളെയും കൂടി ഇതിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ആ സൈഡ് മൊത്തം നമുക്ക് കൂടുകളാണ്, ബ്രീഡിംഗ് ബോക്സുകളാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ബ്രീഡിംഗ് ബോക്സുകളുണ്ട്. നമ്മളെ കോക്ടെയിൽസിനുണ്ട്, നമ്മളെ ആഫ്രിക്കൻസിനുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം നമുക്കത് വെക്കണം. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. രാത്രി ഏകദേശം ഒരു 12 മണിക്കോ 11 മണിക്കോ എന്തോണം നടന്നത്. കൊണ്ടുവന്നിട്ടൊരു 2 ആഴ്ച ആയി കാണും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒരു വണ്ടി നിറച്ചും കിളികൾക്കുള്ള സാധനങ്ങളാണ്. ഈ എൻ്റെ അമ്മ ഇഷ്ടം പോലെ ഉണ്ട്. ബ്രീഡിംഗ് ബോക്സ് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കോക്ടെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മുഴുവനും നമ്മളെ ആഫ്രിക്കൻസിന് വേണ്ടിയിട്ടുള്ളത്. ആഫ്രിക്കൻസിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഉണ്ട്. ഇവിടെ മുഴുവനും കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അവർക്ക് കൂട് വെക്കാനുള്ളതാണ്. ഇത് വന്നിട്ട് അവർക്ക് കുറച്ച് മിക്സഡ് മേടിച്ചു. കണ്ടില്ലേ, അവർക്ക് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു വണ്ടി നിറച്ചും പുല്ലുണ്ട്. ഇത് പുല്ലെന്ന് വെച്ചാൽ നമ്മളെ മുളയാണ്, ഫുൾ മുളയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കൂട്ടിനകത്ത് ഇട്ട് കൊടുക്കും. ഇത് അവർക്ക് കൂട് വയ്ക്കാനും എല്ലാത്തിനും അവർ യൂസ് ചെയ്യും. ഇഷ്ടം പോലെ ഉണ്ട്. കൂട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ആളെയും കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ എവിടെ സെറ്റ് ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ ഒരാളെ കാണിച്ചു തരാം. പാ, അത് ഈ കയ്യെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പല കുഞ്ഞുങ്ങളും പലയിടത്ത് കരയുന്നുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ എന്തായാലും കുഞ്ഞു ബോക്സിലോട്ട് മാറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടേക്കണേ. ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം. ഇരുന്നോ അവിടെ? അവ ഇരിക്കൂല, അവൻ ചാടും. തൽക്കാലത്തേക്ക് അവൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ. പിന്നെ ഈ സൈഡ് മുഴുവനും ഇപ്പോൾ കുഞ്ഞുങ്ങളെ ബഹളമാണ് കേട്ടോ. പലയിടത്ത് പല കുഞ്ഞുങ്ങളായിട്ടുണ്ട് അല്ലേ നിധി? ഇതേ ഒരാൾ ഇരിക്കുന്ന നോക്കിക്കേ, അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പുതിയതായിട്ട് മേടിച്ച കോക്ടെയിൽ നിങ്ങൾ കാണണ്ടേ, അത് നമ്മുടെ ഇതിൻ്റെ അകത്താണ് അവർ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ആരെ നമ്മൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. കടി കിട്ടാൻ എനിക്ക് വയ്യ. കൈ കടിച്ചവന്മാർ മുറിക്കും. ഞാൻ അത് എടുത്തിട്ട് തരാം. അപ്പോൾ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പിടിക്കാം. ഒരാൾ കയ്യിലോട്ട് വരും. ചീറ്റുന്നുണ്ട് കേട്ടോ. പാമ്പിനെയാണോ നമ്മൾ മേടിച്ചത്? ഒരാളെ കിട്ടി. ഇതാരെ കണക്കിരിക്കുന്നു? നമ്മളെ കല്ലുവിനെ പോലെ ഇല്ലേ? അയ്യോ, ഇട്ടാക്കട്ടെ. ഇത് നമ്മളെ മെയിലാണേ. ഓക്കെ. ഓ ഇല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എടേ നിർത്തടേ, ഇതെന്നാണ്? അടുത്ത ആളെ പിടിക്കട്ടെ. ഇവളാണ് എന്റെ സുന്ദരി പെണ്ണ്. എടി കടിച്ചിട്ട് കാര്യമൊന്നും ഇല്ലടി. എങ്ങനെയുണ്ട്? കടി നല്ല കിട്ടുന്നുണ്ട് കേട്ടാ. കിട്ടാ നല്ല കടി കടിക്കുക. അതെ, ഒരു വട്ടം കിട്ടിയത് തന്നെ എനിക്ക് മതിയായി. അപ്പോൾ നമ്മളതെ ഇവിടെയാണ് നമ്മളെ പുതിയ കോക്ടെയിൽസിന് ആഡ് ചെയ്യുന്നത്. മഴദേവ നനയോ? ഇല്ല. അനിയിപ്പം നമുക്ക് ഇനി അവരെ ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്യണം. നമ്മളതെ ബ്രീഡിംഗ് ബോക്സ് അതിൻ്റെ അകത്ത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഈ ബ്രീഡിംഗ് ബോക്സ് ഫുള്ളായിട്ട് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് കത്തിക്കണേന്ന് അറിയാവോ? എനിക്കറിയാവോ? അല്ല, എന്തെങ്കിലും അണുക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീ ഇടുന്ന സമയത്ത് നോർമലി നശിച്ചു പോകുമല്ലോ. എന്നിട്ട് വേണം അവർക്ക് നമുക്ക് എല്ലായിടത്തും വെക്കാം. നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് എല്ലാം വെച്ച സമയത്ത് നമ്മൾ അതുപോലെ തീ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും തീ ഇട്ടാലോ?
അപ്പോൾ അതെ നമ്മൾ ഒരു കൂട് തീ ഇട്ടു. അതുപോലെ തന്നെ അതെ അടുത്ത കൂടും തീ ഇടാൻ വേണ്ടി പോവുകയാണ്. അത് ഓക്കെ, മൂന്നാമത്തെ കൂട് ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ കൂട് മുഴുവന് തീയിട്ടതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളെ കിളികൾ ഏകദേശം ഒരുപാട് പേര് ഡെഡ് ആവുന്നുണ്ട്. അത് ഒരുപാട് റീസൺസ് ഉണ്ട്, പറയാം. നമ്മളെ ഫിഷിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിധി? നമ്മുടെ ബേഡ്സ് ഒരുപാട് പേര് ഡെഡായിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളെ കൂട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരാൾ ഡെഡായിപ്പോയി. അതാണ് നമുക്ക് ഏറ്റവും ഭയങ്കര സങ്കടമായത്. പിന്നെ നമ്മുടെ ഫിഷസ് ഒന്നും കുഴപ്പമില്ല. എല്ലാവരും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിസിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തല്ല, നമ്മൾ ഇതിൻ്റെ അകത്തും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളത് ഒരു ചരുവം വെച്ചില്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ ജൈൻറ്റ് ഗൗരമ്മ ഇട്ടിട്ടുണ്ട്, ഒരു വലിയൊരാളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കല്ലുപ്പ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്തോനേഷ്യയിൽ കൊണ്ടുവന്ന മെഡിസിൻ ഇടുന്നുണ്ട്. ആ മെഡിസിൻ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം റിസൾട്ട് വരുമ്പോൾ പറയാം കേട്ടോ. നമ്മളെ ബേഡ്സിനൊക്കെ എന്ത് പറ്റി? എത്ര എണ്ണം? ഏകദേശം ഒരു 10-30 അടുപ്പിച്ച് ഇപ്പം തന്നെ ഡെഡായി. അതുമല്ലാണ്ട് നമ്മളെ ഫ്രില്ല് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ ഫ്രില്ലും ഡെഡായി അല്ലേ? ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും മുകളിൽ ഡെഡായി കിടക്കുമായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ക്ലൈമറ്റ് ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു. നമ്മളെ ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അർജൻറ്റായിട്ട് പൈപ്പ് സെറ്റ് ചെയ്തതും ഡെയിലി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുൾ വെള്ളം തളിച്ചു കൊടുക്കുകയും ഇപ്പോഴും നമുക്ക് നിൽക്കാൻ വയ്യ. നമ്മൾ വേർത്ത് കുളിക്കണം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചൂടിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു കുറവുമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പാമ്പിൻ്റെ ശല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാമ്പിൻ്റെ ശല്യമില്ല. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അവർക്കും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം പറയാൻ കേട്ടോ. എല്ലാവരും അവിടെ നമ്മളെ മെഡിസിനൊക്കെ കൊടുത്തതിൻ്റെ ആ ഒരു ഇതിലെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഡെഡ് ആവുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഉടനെ തന്നെ ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ നിധി? ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുന്നില്ലേ ബേഡ്സിനെ? ആരെയൊക്കെ എടുക്കുന്നേ? വേണ്ട, സർപ്രൈസ് ആയിരിക്കട്ടെ. നമ്മൾ ഒരുപാട് പേരെ എടുക്കുന്നുണ്ട്, ഒരുപാട് പേരെ. എല്ലാവരും നമ്മളൊരു ബൾക്കായിട്ട് എടുക്കുന്നത്. പിന്നെ അതുമല്ലാണ്ട് നമ്മളെ കിളിക്കൂട് പറഞ്ഞതുപോലെ തന്നെ ഫുൾ നമ്മൾ പച്ചപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ മൊത്തം ചെടികൾ വരും. പിന്നെ ഇവിടെ നമുക്കൊരു കുളം കെട്ടിയാലോ എന്ന് ആലോചനയുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ വെച്ച് എല്ലാ ഫിഷസിനും ഇടാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ കെട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അല്ലേ നിധി? അത് ഉടനെ നമ്മൾ ചെയ്യുന്നതാണ്. അടിച്ച് നിൻ്റെ മുഖത്തിനാ വേണ്ട, എൻ്റെ ചേച്ചി അടിക്കുമെന്ന് പറഞ്ഞ് വന്നാണ്ട ചോദിക്കാനും പറയാൻ ഇപ്പോൾ ആളുണ്ട്. കൊത്ത് തലേ തന്നെ കൊത്തിക്കോ. കളിമണ്ണ് തപ്പി വന്നതായിരിക്കുമോ? അപ്പോൾ അതെ നമ്മളെ മോൺസ്റ്റർ ടാങ്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല രീതിയിൽ മഴയായിരുന്നു, അതുകൊണ്ട് ഇന്ന് കെട്ടിയിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് തീരുമാനിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ മോൺസ്റ്റർ ടാങ്ക് വരുന്നതാണ്. ഉടനെ തന്നെ നമ്മൾ പണി തുടങ്ങുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളിത് സൈഡിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇപ്പം നല്ലൊരു ഗ്രീനി ആയിട്ട് വരുന്നില്ലേ? ഇനി അകത്തും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഉടനെ തന്നെ അകത്ത് സെറ്റ് ചെയ്യാം. പണി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഒരാൾ വന്ന് കുറുക്കിയിരിപ്പുണ്ട്. താഴെയുണ്ട്. താഴെ പൂച്ച, മുകളിൽ കിളി, കാർത്തൂനിന് എന്ത് വേണം? ഓ, പണിക്കള്ളനാണെന്ന് ഇവർക്ക് വരെ മനസ്സിലായി. ബീട്രൂട്ട് മോഹം മൊത്തം ഇരിക്കുന്നത് എന്നാ നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. ഇപ്പം തന്നെ പറഞ്ഞ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. നീ നോക്കിക്കൊണ്ടിരിക്കാതെ പറഞ്ഞേ. എന്നാ തുളസിയില തരാമേ. പോയി. നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. ആദ്യത്തത് ഇവിടെ തന്നെ വയ്ക്കാം. ശരി, ഒരു തല. ഇതാരാ എൻ്റെ അകത്ത്? എവിടെ പോകുന്നു? ഡോറയാണോ? ഇഷ്ടപ്പെട്ടോ ഡോറ? എന്റെ പെണ്ണെ, ആവശ്യമില്ലാതെ എല്ലായിടത്തും പോയി തലയിട്ടോളൂ. ബ്രീഡിംഗ് ബോക്സ് 3 സെറ്റ് ചെയ്തു. ഡോറ ഓടി അടയ്ക്കാൻ ഇവിടെ കൂടെ നമ്മൾ ഗ്ലൗസ് ഒക്കെ എടുത്ത് നിന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വട്ടമില്ല, ആദ്യത്തെ വട്ടം നല്ല രീതിയിലെ കൈ കടിച്ച് മുറിച്ചുകൊണ്ട് അതിനുശേഷം അല്ലേ നിധി? നിധിയുടെ മുഖം നോക്കിക്കേ. കടി കിട്ടിയോ നിധി? ചെറുതായിട്ടല്ലേ? അപ്പം എനിക്ക് ആ ചെറുതായിട്ടുള്ള കടി വേണ്ട. അന്ന് കിട്ടിയല്ലോ. വെള്ളം പിടിച്ചോ. ഏറ്റവും മുകളിലത്തെ കൂട്ടിലാണ്. അതടച്ചോ. ഓക്കെ. ഇത് നമ്മുടെ മെയിലാണ്, നമ്മളിപ്പോൾ എടുത്ത മെയിലാണ്. മാറിക്കോ. ഓ, അത് വിളിക്കണോ? കടിക്കണുണ്ടല്ലേ? കടിക്കുന്നുണ്ട്. ഓക്കെ, അടച്ചോ. ഇനി അവർക്ക് വലിയൊരു കൂടെ അതെ പറന്ന് കിടപ്പുണ്ട്. പറക്കാനുള്ള നല്ല സ്ഥലമുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതെ കാർത്തു അടുത്ത ഒരാൾ എടുക്കാൻ വേണ്ടി പോവുകയാണേ. കടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഏറ്റവും താഴെ. ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ കടി കിട്ടിയാടാ. നമ്മൾ അടുത്ത മെയിലിൽ എടുക്കാൻ വേണ്ടി പോവുകയാണേ. ചട്ടമ്പി. ഓക്കെ,
ദേ നമ്മളെ അടുത്ത മെയില് നല്ല കടിയാ കേട്ടോ. അജന്മാർ നല്ല കടിയാ. എന്തിനാടാ ഇങ്ങനെ കടിക്കണേ? എന്തിനാ? ദേ അവരെയും കൊണ്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ കൂടുകളെല്ലാം ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നു. ദേ നിധിയുടെ അടുത്തൊരാൾ വന്നിരിക്കണ നോക്കിയേ. എല്ലാവരുടെ അടുത്തും കൂട്ടാ കേട്ടോ. ഇത് ഈ കൂട്ടി കിടക്കുന്ന ആൾക്കാരാണ് നമ്മളെ പുതിയ ആൾക്കാർ. യെസ്. ഓ, ഇപ്പോൾ ഇടി കുടുങ്ങിയ സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. ദേ ഇവർ 2 പേരെ നമ്മളെടുത്തതാണ്. നമുക്ക് ആദ്യം തന്നെ ചാളയും എടുക്കാം. അപ്പോൾ ദേ ഒരാളെ നമ്മളെടുത്തു. മഴ പെയ്യുന്ന മുന്നേ എല്ലാം നമുക്ക് തീർക്കാവേ. ദേ യെസ്, ആ ആളെ വിട്ടു. ഓക്കെ, ദേ അടുത്ത ഒരാളെയും കൂടി ഇടാൻ വേണ്ടി പോവുകയാണ്. തുറന്നോ. നല്ല കടിയാണ് കേട്ടോ. ദേ നോക്കിക്കേ, ഫെദറൊക്കെ നോക്കിക്കേ, എന്നെ ബ്യൂട്ടി അല്ലേ. ഇട്ടേക്കാം. ഓ, വലിയ കടിയാണ്. നമ്മുടെ കോക്ടെയിൽസിന് എല്ലാത്തിനും നമ്മളിട്ടു. ഇത് ഊരി തന്നെ. ഓക്കെ, അപ്പോൾ നിധി ഓടിപ്പോയി ലക്കിയെ നോക്കിക്കോ. കാരണം ലക്കി എങ്ങോട്ടും ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇടിമിന്നൽ വന്ന സമയത്ത് ലക്കി എങ്ങോട്ടും ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ നിധി പോയി നോക്കിയിട്ട് വരട്ടെ. ദേ നല്ല മഴക്കാറ്. ആക്ച്വലി നമ്മളിന്ന് ഈ മഴ കാരണം തന്നെയാണ് നമ്മളെ മോൺസ്റ്റർ പോണ്ട് കെട്ടാൻ തുടങ്ങാത്തത്. കാരണം വെയിൽ സമയത്ത് കെട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ വർക്ക് നടക്കത്തില്ല. അങ്ങനെ ദേ 2 പേര് 2 ഫ്ലാപ്പുമായിട്ട് വരുന്നുണ്ട്. എടുത്ത് വെച്ച് കൊടുത്തോ. ആദ്യത്തേൽ ലക്കി എന്തായി? ടെറസിന് മുകളിലാക്കിയോ? കാരണം അവന് ഇടിമിന്നൽ ഭയങ്കര പേടിയല്ലേ, ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ഇടി വെട്ടി. ഇടി വെട്ടിയപ്പോ അങ്ങ് താഴെ ഇറങ്ങിപ്പോയി അമ്മയുടെ അടുത്ത്. അമ്മ അങ്ങ് താഴെ ഇരിക്കുകയായിരുന്നു മൊയില് കൂട്ടിയിൽ. അപ്പൊ അമ്മ കിടന്ന് വിളിച്ചു. നമ്മുടെ മൊയിലൊക്കെ സുഖമായിരിക്കുന്നോ? ഓക്കെ. പിന്നെ ഇന്ന് കാർത്ത് പുതിയൊരാളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിയേ? യെസ്. അങ്ങനെ അതെ, ഇത് നമുക്ക് എവിടെ ഇട്ടേക്കാം? നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലോട്ടുള്ള അടുത്ത ആളാണ്. 1 by 1 ആയിട്ട് ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എത്ര മോൺസ്റ്റർ ഫിഷസ് ആയി? നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു മോൺസ്റ്റർ ഫിഷ് പർച്ചേസ് നടത്തി. അതൊരു കിടിലൻ സാധനം വരുന്നല്ലേ. അത് അടിപൊളിയാണ്. നമ്മളെ മോൺസ്റ്റർ ഫിഷിൻ്റെ ആ ഒരു സെക്ഷനിൽ ഏറ്റവും ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ആളാണ് കേട്ടോ. അത് നമ്മളെ വീഡിയോസിലെല്ലാം ഇനി അടുത്ത് വരുന്നതാണ്. ഇതും നമ്മൾ മോൺസ്റ്റർ ടാങ്കിലോട്ട് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. മോൺസ്റ്റർ ടാങ്കിൻ്റെയും മോൺസ്റ്റർ ഫിഷിൻ്റെയും വീഡിയോ നമ്മൾ അടുത്ത സെക്ഷനിൽ വരുന്നതാണ്. അവിടെ കിളികളൊക്കെ ഭയങ്കര ബഹളം, അതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നിധി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ മോൺസ്റ്റർ ടാങ്കിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.